ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുന്നത്തെ ദിവസത്തൊക്കെ പോലെ തന്നെ ഇന്നൊരു സോഷ്യൽ റിയാക്ഷൻ വീഡിയോസാണ്. അപ്പോൾ ഇന്നത്തെ സോഷ്യൽ റിയാക്ഷൻ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ബ്ലൈൻഡ് മാന്, അതായത് ഒരു കണ്ണുപൊട്ടനായിട്ട് സൊസൈറ്റീൻ്റെ മുന്നിലൂടെ പല ഷോപ്പുകളിലായിട്ടും പലയിടങ്ങളിലായിട്ട് ഞാൻ എത്തിപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് ഈ റിസ്ക്കിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലൈൻഡ് മാന് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ആ സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എത്തരത്തിലായിരിക്കും. സാധാരണ ഒരു കണ്ണുപൊട്ടന് ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ആ ടച്ച് ചെയ്തുകൊണ്ട് അവരെ സ്റ്റിക്ക് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നല്ലാതെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അവർക്ക് അത് ചോദിച്ചാണ് അവർ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ഞാനിത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു സൊസൈറ്റീൻ്റെ മുന്നിലൂടെ അത് ചെയ്യുമ്പോൾ ആ സൊസൈറ്റി അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ മുന്നിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അമർത്തുക. അപ്പോൾ ഓക്കെ. അല്ലേ കാക്കാ, അരിപ്പൊടി ഉണ്ടോ? 2 കിലോ അരിപ്പൊടി. ചായപ്പൊടിയാ? പഞ്ചസാരയും വേണം. കിട്ടൂല? എവിടെ കിട്ടുക? വേറെ എവിടെ കടകള്? എന്നാ ആക്കി തരോട്ടെ. എന്നാ പഞ്ചസാര അരിപ്പൊടിയൊക്കെ വേണ്ടിയിരുന്നു. അവിടെ സ്ഥലം നമ്മൾ വേറെ തൂരിട്ടാ, പെരിന്തൽമണ്ണ. അരിപ്പൊടി കുടിക്ക് പറഞ്ഞാണ്. ഞാൻ ആക്കി തരോ? സ്കൂട്ടി വേണ്ട, എന്നൊരു സൈഡൊക്കെ ആക്കി തന്നാൽ മതി. സൈഡൊക്കെ ആ അരിപ്പൊടിയേ വരി കഴിഞ്ഞേക്കണു. പഞ്ചസാര അരിപ്പൊടിയൊക്കെ നോക്കണം കേട്ടോ. സൈഡ് നേരെ അടിച്ചാണ് അങ്ങനെ അങ്ങോട്ട് നേരെ പോയിക്കോ. അങ്ങോട്ട് പോലെ വണ്ടി അതിൽ കയറ്റി തരാം. അല്ല കിട്ടൂല. വിളിക്കാം. നിങ്ങൾ പേരെത്താ? അലി അക്ബർ. താങ്ക് യു. നമ്മളവിടെ ക്യാമറ ഉണ്ട്. ഒരായർ. താങ്ക് യു. നമ്മളെ സോഷ്യൽ എക്സ്പെരിമെൻ്റാ. ആ, എന്താ ഫീൽ ചെയ്തത്? ഒരു ആകാംക്ഷ ഉണ്ടായില്ലേ? പക്ഷെ ഒരു റോങ് ആയിട്ടൊരു കണ്ണോട്ടന് ഇല്ലാത്ത കടയിൽ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ആയിക്കാരെന്നുള്ളൊരു അനുഭവം ഫീൽ ചെയ്യാം. അവിടെ ഇതാണ് റമ്മാണ്. നേരെ അരിപ്പൊടിട്ടോ? അല്ല, ഇവിടെ കട ഉണ്ടാ? അരിപ്പൊടിട്ടോ? അരിപ്പൊടി അവിടെ അപ്പുറത്താണ്. എവിടെ? ആ സൈഡിന്. ഏത് സൈഡില്? നീ ആണ്ട് താഴത്ത് പോകണം. അരിപ്പൊടി പലർക്കടിയിലുണ്ടാവുള്ളൂ. ചേക്കണ്ട, പഞ്ചസാര വേണം, അരിപ്പൊടി വേണം. ആ, ഈ കട ഉണ്ടാ? ഇവിടെ മറ്റേ വെജിറ്റബിളിന്റെ കട. വെജിറ്റബിളിന്റെ കട നിങ്ങൾ ആണ്ടാക്കി തരുമോ? നിങ്ങൾക്ക് വണ്ടി ഉണ്ടാ? അങ്ങോട്ടാണ്. അങ്ങനെ തന്നെ നേരെ അതല്ല, 1 കിലോ ചിക്കനും വേണേ. എവിടെയാണ്? ഞങ്ങളൊന്ന് അന്ന് ആണ്ടായി തരുമോ? ഇല്ല, കാറുണ്ടോ?
എക്സ്ക്യൂസ് മീ, നമ്മൾ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണ്. വീഡിയോ ഉണ്ട് ഇപ്പോൾ പെട്ട് നമ്മളെ അരിപ്പൊടി ഇട്ടാ ആ 2 കിലോ പഞ്ചസാര, 2 കിലോ പഞ്ചസാര. ആ അരിപ്പൊടി എവിടെ എവിടെയാണ്? എവിടെ ഒന്ന് ആക്കി തരുമോ? സാധനം കിട്ടുക അരിപ്പൊടിയൊക്കെ കടിക്കാക്കി തരുമോ? ഒരു ജസ്റ്റ് ഹായ് പറഞ്ഞു. ഞാൻ എപ്പോഴും ഹായ്. നമ്മൾ ഈ സോഷ്യൽ എക്സ്പെരിമെൻ്റാ. നിങ്ങളുടെ പേരെന്താ? എവിടെ സ്ഥലം? ഞാൻ പുത്തനത്താണ്. ഞാൻ വരുന്നതുണ്ട്. പിന്നെ എന്താ മൂപ്പറെന്താ ഇറങ്ങാത്ത? അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു ബ്ലൈൻഡ് മാനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല. മാത്രമല്ല ഒരുപാട് ലിമിറ്റേഷൻസുകളുണ്ട്. പ്രത്യേകിച്ച് അത് ഹോൾഡ് ചെയ്യുക, കാരണം സ്റ്റിക്ക് ഹോൾഡ് ചെയ്തിട്ട് ഒരിടത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇനിയും വീണ്ടും ഇത്തരത്തിൽ ചെയ്യുന്ന ഇതേ റിയാക്ഷൻ വീഡിയോസുകളൊക്കെ വീണ്ടും റിപ്പീറ്റായിട്ട് തന്നെ ചെയ്യും. പക്ഷേ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ടും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പിന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ചെയ്യുക. കാരണം ഇതൊന്നും ശരിക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ എന്താ പറയുക മോശമാക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ കളിയാക്കുക, അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്തിനാന്നൊക്കെ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഇത്തരത്തിൽ പല സാഹചര്യങ്ങളും നമുക്ക് ആളുകൾ എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഇത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണ് കേട്ടോ ശരിക്കും ഇത് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓക്കെ, പുതിയ അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.